ഒരു വലിയ സമരമാണ് നമ്മുടെയൊക്കെ ജീവിതം. പൊരുതിയാലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇത് ഫ്രീ മീഡിയ കേരള. ഞാൻ നിങ്ങളുടെ സ്വന്തം അമർജിത്ത് വീഗോപൻ. അപ്പോൾ കൂട്ടുകാർ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏറ്റവും പുതിയ മൂവി ആടുജീവിതം. ആടുജീവിതം എന്ന മൂവിയെ കുറിച്ച് ഒറ്റ വഴി പറഞ്ഞത് ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ്, ഒരു ഓസ്കാർ ലെവൽ മൂവിയാണ്, ഒരു മൂവിയാണ്, മലയാളത്തിനെ വേറെ തലത്തിലേക്ക് എത്തിക്കാൻ പോകുന്ന ഒരു മൂവിയാണ് എന്നൊക്കെ പറയാം. എന്നിട്ട് ഈ മൂവിയുടെ പോസിറ്റീവ് സൈഡിലേക്ക് കിടക്കാം. ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നത് ബ്ലസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. ബ്ലസ് തന്നെയാണ് ഇത് ഡയറക്റ്റും ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. അതുപോലെ തന്നെ ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് എ ആർ റഹ്മാനാണ്. എ ആർ റഹ്മാന്റെ മ്യൂസിക്കുകളൊക്കെ വളരെ നന്നായിട്ട് തന്നെ തോന്നി. പിന്നെ വിജയ് യേശുദാസ് ആണ് ഇതിൻ്റെ സിംഗർ, അതും കൊള്ളായിരുന്നു. വിജയ് യേശുദാസ്, രാജഹാസൻ തുടങ്ങിയവരാണ്. പിന്നെ എൻ്റെ സിനിമാറ്റോഗ്രാഫർ സുനിൽ കെ എസ്. സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല ചെയ്തു വെച്ചിട്ടുണ്ട്. പല ഷോട്ടുകളുണ്ട്, എപ്പിക് ഷോട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് മരുഭൂമിയുടെ ഷൂട്ടുകളെല്ലാം നല്ല നല്ല വൃത്തിക്ക് എപ്പിക്കായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതെനിക്ക് പറയാനുള്ള ഈ സിനിമയുടെ ആർട്ടാണ്. ആർട്ട് ചെയ്ത ആരാളും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്, അതും പറയേണ്ടിയിരിക്കുന്നു. പിന്നെ എഡിറ്റിങ് കട്ട ശേഖർ പ്രസാദ് എന്ന പുള്ളിയാണ്. ഒരു രക്ഷയില്ലാത്ത എഡിറ്റിംഗ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ സ്പെഷ്യൽ എഫക്റ്റ് വിഷ്വൽ ടോം ഫിലിപ്പ്. സ്പെഷ്യൽ എഫക്റ്റ് ഒരുപാടുള്ളൊരു സിനിമയാണ്, അതെല്ലാം കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പറയാനാണെങ്കിൽ ഒരു മണലിൻ്റെ ഒരു പാമ്പ് ഇങ്ങനെ പോകുന്ന കുറേ സീൻസ് ഉണ്ട്, ആ ടൈമിലുള്ളത് അതൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് ദിലീപ് സൂപ്പരാജാണ്, അതും കൊള്ളായിരുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്തിരിക്കുന്ന രഞ്ജിത്ത് തമ്പഴ്. എൻ്റെ പൊന്നോ, മറ്റേ നമ്മുടെ പൃഥ്വിരാജിന്റെ മേക്കപ്പ് ഒരു രക്ഷയില്ലായിരുന്നു. വെളുത്തു പോയൊരു മനുഷ്യൻ അവസാനമൊക്കെ ആയിരുന്നു കറുത്ത് കരുവാളിച്ച് നിന്ന ഒരു മേക്കപ്പ്, അത് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ പറയാനാണെങ്കിൽ ഇതിൻ്റെ അത് ഓഡിയോസ് സൗണ്ട് മിശ്രണം ചെയ്തിരിക്കുന്നത് റസൂൽ പൂക്കുട്ടി തന്നെയാണ്. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് സൗണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് കൊണ്ട് മാത്രമാണ് സിനിമ പിടിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. പിന്നെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ KC ഈപ്പൻ. ഇത്രയാണ് ടെക്നിക്കൽ സെറ്റ് ചെയ്തതിന് നല്ല ഉഗ്രനായിട്ട് ഇരുന്നുണ്ട്, നല്ല രീതിയിൽ ഹാർഡ് വർക്കാണ്. ഇതിപ്പം എല്ലാവരുടെയും ഒരാൾ തന്നെ മികച്ച ചെയ്തെന്ന് പറഞ്ഞാൽ അത് ടെക്നിക് സൈഡ് അതിശോക്തിയായിട്ട് പറയാനില്ല. എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്തപ്പോഴാണ് ഇതൊരു അടിപൊളി മൂവിയായി മാറിയത്. ഇനി നമുക്ക് ഇതിൻ്റെ അഭിനയ മികവ് എടുത്ത് നോക്കാം. പൃഥ്വിരാജ് സുകുമാരൻ. എൻ്റെ കരിയറിൽ ഇതുപോലൊരു അഭിനയം പുള്ളി കാഴ്ചവെച്ചിട്ടുണ്ടാവില്ല, അത് സിനിമ ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഓസം അതിൽ കുറഞ്ഞ ഒന്നും പറയാനില്ല, ഒരു ഓസ്കാർ ലെവൽ അഭിനയം തന്നെ പറയാം. ആ രീതി ചെയ്തു വെച്ചിട്ടുണ്ട്. ചില സീൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു സീനൊക്കെ ഉണ്ട്, ആടിന്റെ ഒപ്പിരുന്ന് ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനുണ്ട്, ഇന്റർവ്യൂ സീൻ നോക്കിയിട്ട് സംഭവമുണ്ട്. എൻ്റെ പൊന്നോ, കറക്റ്റ് ആ ഒരു ആടായി മാറിയത് അത് വേറെ ലെവൽ ട്രാൻസ് ആയിരുന്നു, അതൊന്നും പറയാനില്ല. അത് ഈ പുള്ളി കൊണ്ട് മാത്രമേ ഈ സിനിമ എന്തുകൊണ്ട് ബ്ലസ് പറഞ്ഞു പൃഥ്വിരാജിലെ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാരണം എനിക്ക് ഒരൊറ്റ സീൻ മതി അതിലൂടെ മനസ്സിലാകുന്നത്. പിന്നെ അമല പോൾ നമ്മുടെ നജീബിന്റെ വൈഫായിട്ട് കുഴപ്പമില്ലാത്ത രീതിയുണ്ട്. പിന്നെ ജിമ്മി ജീൻസ് ലോബസ്, ഇബ്രാഹിം ഖാദറി, അതായത് ഇവരെ ഒക്കെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വരുന്നൊരു പുള്ളിയാണ്. നിങ്ങൾ ബെന്യാമിന്റെ കഥ നിങ്ങൾക്ക് ആടുജീവിതം അറിയാമെങ്കിൽ ആളെ മനസ്സിലായിട്ടുണ്ടാവും. പുള്ളി ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ഒന്നാം തരം ആഫ്രിക്കക്കാരനായിട്ട് പുള്ളി നല്ല അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള KR ഗോകുൽ. KR ഗോകുൽ ഒരു രക്ഷയില്ല. പുള്ളി എനിക്ക് ഈ പുള്ളിയുടെ ഹക്കിയമായിട്ടുള്ള ടീമാണ്. നമ്മുടെ കൂട്ടുകാരനാണ് നമ്മുടെ നജീബിന്റെ, അതായത് പൃഥ്വിരാജിന്റെ കൂട്ടുകാരനാണ് പുള്ളി. ഇവർ രണ്ടുപേരും പോണത് ഗൾഫില്, കഥ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അതേ അറിയാം. അപ്പൊ ആ ഒരു കുറെ ട്രാൻസ്ഫർ, പുള്ളി ഒരു സങ്കടമൊക്കെ വരുന്നൊരു ട്രാൻസ്ഫർ, എന്നിട്ടും വിശപ്പ് സഹിക്കാൻ വയ്യാതെ മണ്ണൊക്കെ വരി തിന്നൊരു സീനൊക്കെ ഉണ്ട്. എൻ്റർലി ഇമോഷണൽ ആയിരുന്നു, അടിപൊളി സീൻസ്, ഒന്നും പറയാനില്ലായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ താലിബ് അൽ ബ്ലസ്, ഈ പുള്ളിയാണ് അവരുടെ സ്പോൺസറായിട്ട് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. പുള്ളി നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശോഭ മോഹനൻ നജീബിന്റെ മദറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇത്രയും പേരാണ് എടുത്തു കഴിക്കുന്നത്. ബാക്കി പറയാനാണെങ്കിൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ വളരെ പക്കയാണ്. കൂടുതലും ഈ ആട് മേയ്ക്കുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട്, ആടിനെ കറക്കുന്ന ഒരു സീൻ ഉണ്ട്. പറയാനാണെങ്കിൽ ലോട്ട് ഓഫ് സീൻസ് എക്സ്ട്രീം ആയിട്ട് എനിക്ക് തോന്നി. അതൊക്കെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ പൃഥ്വിരാജ് പിടിച്ചെന്ന് തന്നെ പറയാൻ പറ്റും. പൃഥ്വിരാജ് എൻ്റർലി
പുള്ളി ഒരു ഫേസ് ഉണ്ട്, വന്ന ഫേസ്, ഇടയ്ക്ക് നിൽക്കണ ഫേസ്, അവസാനം പുള്ളി എങ്ങനെ നിൽക്കുന്ന ഫേസ്, അവസാനം പുള്ളി സൗണ്ട് മാത്രമായിട്ടൊക്കെ ആയിപ്പോ ഒരു എക്സ്ട്രീം ലെവലിൽ കണ്ടീഷനിലോട്ട് വരുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് അഭിനയിച്ച് തകർത്തേക്കാ പുള്ളി, ഒന്നും പറയാനില്ല. പണ്ട് പുള്ളി നമ്മുടെ പോക്കിരിക്കകത്ത് മമ്മൂട്ടിയോട് പറയുന്ന എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പോ പിച്ച വെച്ച് വരുന്നല്ലേ ഉള്ളൂ, ഏട്ടന്റെ ഒക്കെ സമയമാകുമ്പോ ഞാൻ ഓസ്കാർ മേടിക്കും. ആ ലെവലിൽ അത് പുള്ളി പറഞ്ഞതുപോലെ അത് ചെയ്ത് കാണിച്ചു എന്ന് തന്നെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം, ഒന്നുകൊണ്ടും പറയില്ല, മസ്റ്റ് വാച്ച് ആണ് ഇത്. പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു സിനിമയായിട്ട് തന്നെ പറയും. ബ്ലസ്സിയുടെ സിനിമ ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ, വരുമ്പോൾ എന്തെങ്കിലും ഒരു ടിപ്പിക്കലായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും. അത് ഇവിടത്ത് തുറന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. എന്നാലും മസ്റ്റ് വാച്ച് ഒരു മൂവിയാണ്. മലയാള സിനിമയുടെ അല്ല, ഇന്ത്യൻ സിനിമയുടെ നല്ല സിനിമയായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ഓസ്കാർ മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഈ പടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാണെങ്കിലും ദേശീയ അവാർഡ് സംസ്ഥാനമാണ് പുള്ളി ഉറപ്പിച്ചെന്ന് തന്നെ പറയാം. അത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അൺഡിസർവിങ് ആകും, എനിക്ക് ഉറപ്പാണ് ആ കാര്യത്തിൽ. കാരണം ദേശീയ അവാർഡ് ഇത്തവണ പൃഥ്വിരാജ് ഉറപ്പിച്ചു, അതിലൊരു ഡൗട്ടും ഇല്ല. എന്നാലും ഈ മൂവി ഇനിയിപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന തൊട്ടടുത്ത തിയേറ്ററിലാണ്. കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വൺ ലൈഫ് വൺ ഡ്രീം വൺ ഫാഷൻ. താങ്ക് യു.